ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത്. ഇത് വരുന്നത് 3.5 മീറ്റർ വീതിയുള്ള റോഡാണ്. അതിൽ നിന്ന് കയറി വരുമ്പോൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീറ്റ് ആക്കിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. തൊട്ട് താഴേക്ക് നോക്കി ഇതുപോലെ ഫുള്ള് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാം. മൊത്തത്തിലായിട്ടാണെങ്കിൽ നമുക്ക് 43 സെൻറ്റിനടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ മൊത്തത്തിലെടുത്ത് ഇതിനെ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ വില്ലാസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ മൊത്തത്തിലെടുക്കാം. ഈ റോഡിൽ നിന്ന് അകത്തേക്ക് ഇതുപോലൊരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വീടുകളോ അല്ലെങ്കിൽ പ്ലോട്ടുകളാക്കിയോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയ പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന വിലയെക്കാട്ടും കുറച്ചുകൂടെ വേരിയേഷൻ വരും. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപം കട്ടക്കോട് ജംഗ്ഷന് തൊട്ടടുത്താണ്. അതായത് കാട്ടാക്കടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കട്ടക്കോട് ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് നാടുകാണി റോഡെന്ന് പറഞ്ഞ ഈ റോഡിൽ കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പള്ളിയുടെ വർക്ക്, അതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ഉടൻ തന്നെ റൈറ്റിലോട്ട് കാണുന്ന വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കട്ടക്കോട് ജംഗ്ഷനിൽ നിന്ന് നാടുകാണി റോഡ് നമ്മളിങ്ങനെ ജസ്റ്റ് കയറുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ്, അതായത് ഇടതുവശത്തായിട്ട് ആ പള്ളിയുടെ പണിയും അതുപോലെ സ്കൂളിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് നമ്മളിങ്ങനെ താഴേക്ക് വരുമ്പോൾ റോഡ് ഇങ്ങനെ വലത്തോട്ട് കട്ടാവും. ഇത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത്. കട്ടക്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 200-250 മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കാട്ടാക്കടയിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം, അതായത് കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത്. നമുക്കിവിടെ നിന്ന് പങ്കജ കസ്തൂരി ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഈ പറഞ്ഞൊരു സിമിലർ ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്തായിട്ട് ഈ വിഗ്യാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വിളപ്പിൽശാല കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇനി വരുവാണ്. അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. കാട്ടാക്കട മെയിൻ ടൗൺ, നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞൊരു 1.7 അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 3.9 lakhs ആണ് ഉദ്ദേശിക്കുന്ന വില. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കുക. ഇനി അതല്ല, ഇതിനകത്ത് 5 സെൻറ്റ് 6 സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിയെടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എന്തായാലും വില മാറുന്നുണ്ടാവും. കാരണം നമുക്ക് അകത്തേക്ക് ഇതുപോലൊരു വഴി ഫോം ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള വില മാറുന്നുണ്ടാവും. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. ഞാൻ ഇന്ന് ഈ പറഞ്ഞ വഴിയല്ലാണ്ട് പ്രോപ്പർട്ടിയിലേക്ക് വേറെ ആക്സസ്സുകളുണ്ട് കേട്ടോ. അതായത് നമ്മളിതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് തന്നെ നേരെ ചെന്ന് കയറി കഴിഞ്ഞാൽ കട്ടക്കോട് ജംഗ്ഷൻ്റെ അവിടെ കയറാം. അതാണെങ്കിൽ കുറച്ചുകൂടെ അടുത്താണ്. പക്ഷേ ഇത് റോഡ് കുറേ ദൂരം അങ്ങ് പോയിട്ട് പിന്നെ ബൈക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് വലിയ വണ്ടി വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ആക്സസ് വഴിയാണ്.